മഞ്ഞൾപ്പൊടി കൊണ്ട് ഒരുപാട് മാജിക്ക് കാണിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടിയുടെ സ്ഥാനം എന്നും അടുക്കളയിൽ തന്നെയാണ് അല്ലേ? എത്ര പേര് മഞ്ഞൾപ്പൊടി കറിക്കല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്? ഞാനിന്നിവിടെ എടുക്കുന്നത് നമ്മളൊക്കെ കറിക്ക് ഉപയോഗിക്കുന്ന സാധാരണ മഞ്ഞൾപ്പൊടിയും ആയുർവേദ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സിലും ബോഡിയിലൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിൽ പലരും ഇത് യൂസ് ചെയ്യാത്തത്. ഞാനിന്നിവിടെ നമ്മുടെ കറി മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഏതാണ് നമ്മളെ പറ്റി പിടിച്ചിരിക്കുന്നതെന്നും ഏതാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മഞ്ഞളെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കണ്ട, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ അമ്മ അടുക്കളയിൽ കറിക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ കറി മഞ്ഞൾപ്പൊടിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം അതിൽ കുറേ എമൗണ്ട് ഉണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചെടുക്കുകയാണ്. റോസ് വാട്ടറിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൻ്റെ ഒരു സൈഡിൽ കറി മഞ്ഞൾപ്പൊടിയും ഒരു സൈഡിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും നമുക്ക് ഒരു സൈഡിൽ കസ്തൂരി മഞ്ഞളും ഒരു സൈഡിൽ കറി മഞ്ഞളും തേച്ച് കൊടുക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ചെങ്കിലും ക്രീമുകളും മേക്കപ്പ് ഐറ്റംസൊക്കെ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊക്കെ ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാകുന്നത് തടയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്ന പാടുകളൊക്കെ പോകാനായിട്ട് മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ നമ്മുടെ കറിമഞ്ഞളാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്കൊന്നും നോക്കാനായിട്ടില്ല. ബാക്കി വരുന്നിടം മൊത്തം നമ്മൾ കസ്തൂരി മഞ്ഞൾ അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ മുറ്റത്ത് നിന്ന് പച്ച കസ്തൂരി മഞ്ഞൾ പറിച്ചെടുത്തിട്ട് അത് അലക്കുകല്ലിലും അരകല്ലിലൊക്കെ കൊണ്ടിട്ട് ഉരച്ച് അതെടുത്തിട്ട് മേത്തും കയ്യിലും കാലിലും മുഖത്തും ഒക്കെ തേച്ച് പിടിപ്പിച്ച് എരിഞ്ഞ് പുകഞ്ഞ് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾപ്പൊടി ഇതാ നമ്മുടെ മുഖത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കറിമഞ്ഞൾപ്പൊടി ഇതാ കയ്യിലൊക്കെ പോരും. കാരണം അത് മായാണ്, കളറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. മുഖത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് മഞ്ഞൾപ്പൊടി നമ്മൾ കഴുകി കളഞ്ഞ് മുഖം വൃത്തിയാക്കി നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മുഖത്ത് മഞ്ഞൾപ്പൊടിയുടെ അംശം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു മയം ഉണ്ട്. തുടയ്ക്കുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഒരു കില്ലാടിയാണെന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ആ ഒരു മഞ്ഞൾപ്പൊടി മയം ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. അത് നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വാഷ് ചെയ്തപ്പോൾ ബാക്കിയുള്ള അംശങ്ങളെല്ലാം തന്നെ പോയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഡെയിലി ലൈഫിൽ നൈറ്റൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ നല്ല ഹെൽത്തി സ്കിന്ന് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഡെയിലി നൈറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. ടാറ്റാ.